നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാൻ കുര്യൻ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് അന്വേഷണം ചെന്ന് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ 3 ജീവനക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 66 ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് എന്നതിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ പോലീസ് ശേഖരിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? ഇവരുടെ അറസ്റ്റ് നടപടിയിലേക്ക് അടക്കം കടക്കാൻ നിർണായകമായ ഉതകുന്ന തരത്തിലുള്ള തെളിവുകളാണോ ഈ ലഭ്യമായിട്ടുള്ളത്? പോലീസ് എന്ത് പറയുന്നു? നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ 3 ആരോപണ വിധേയരായ 3 വനിതാ ജീവനക്കാർ വലിയതുറ സ്വദേശികളാണ്. അവർ 3 പേരും പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഈ നികുതി വെട്ടിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്ഥാപനത്തിന്റെ പേരിൽ വരുന്ന വരുമാനം അല്ലെങ്കിൽ പണമിടപാടുകൾ അത് തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഇടാൻ നിർദ്ദേശം നൽകിയത് കൃഷ്ണകുമാറും ദിയയുമാണ് എന്ന നിലപാടിലായിരുന്നു ഇവർ. അപ്പോഴാണ് കൃഷ്ണകുമാർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്തെത്തിയത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പണം മാറ്റി മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്ത് ഏതെങ്കിലും സമയത്ത് നൽകിയതിന്റെ തെളിവുകളുണ്ട് എങ്കിൽ ഹാജരാക്കട്ടെ എന്ന് അവർ ഈ ആരോപണം ഉന്നയിച്ചവരെ വെല്ലുവിളിക്കുകയായിരുന്നു. അതിനിടയിലാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വലിയതുറയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ ഈ 3 യുവതികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 2024 ജൂലൈ മാസത്തിനും ഈ വിവാദങ്ങൾ ഉണ്ടായതിനുമിടയിലുള്ള 11 മാസത്തിനിടയിൽ ഏതാണ്ട് 66 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് ഇവ 3 പേരുടെയും കഴിഞ്ഞ ഒരു വർഷത്തെ ശമ്പളവും കൂടി ഇതേ അക്കൗണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ QR കോഡ് മാറ്റി സ്ഥാപിച്ച സ്വന്തം അക്കൗണ്ടുകളിലേക്ക് ഇവർ ഈ സ്ഥാപനത്തിന്റെ പേരിലുള്ള എത്രയധികം രൂപ 3 അക്കൗണ്ടുകളിലായി എടുത്തു എന്നതിനെ സംബന്ധിച്ച് വ്യക്തത കൈവരാൻ വിശദമായ അന്വേഷണം വേണ്ടിവരും. അത് അത്തരത്തിൽ തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കൌണ്ടർ കേസ് നൽകിയത് മ്യൂസിയം പോലീസിനായിരുന്നു. ഗുരുതരമായ ആരോപണമായിരുന്നു കൃഷ്ണകുമാറിനെതിരെയും ദിയയ്ക്കെതിരെയും ഉന്നയിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി, ജാതീയമായ പരാമർശങ്ങൾ നടത്തി, അധിക്ഷേപിച്ചു തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു കൃഷ്ണകുമാറിനെതിരെ ഉൾപ്പെടെ ഇവർ ഉന്നയിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നതിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ഈ 3 പേരോടും പറഞ്ഞെങ്കിലും ഒരാൾ മാത്രമായിരുന്നു ആദ്യം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി വിവരങ്ങൾ കൈമാറിയത്. പക്ഷേ മറ്റ് 2 പേരും പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഉദ്യോഗസ്ഥർ നേരിട്ട് ഇവരുടെ വീടുകളിലെത്തിയത്. പക്ഷേ വീടുകളിൽ ഇവർ ഉണ്ടായിരുന്നില്ല, ഇവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഫോൺ റിംഗ് ചെയ്യുന്നതൊഴിച്ചാൽ മറ്റ് പ്രതികരണങ്ങളൊന്നുമില്ല. പോലീസിന്റെ നിഗമനം ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ, അതായത് ഈ കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കും മുങ്ങിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ. അപ്പോൾ ഈ 2 ജീവനക്കാർ മാത്രമാണോ ഒളിവിൽ പോയിട്ടുള്ളത് എന്നുള്ള നിഗമനമാണോ പോലീസിനുള്ളത്? അപ്പോൾ അവശേഷിക്കുന്ന ഒരാള് ആ യുവതിയെ വിളിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് ഉടൻ തന്നെ പോലീസ് കടക്കുമോ? ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കുടുംബം ദിയ ഉൾപ്പെടെ ആരോപിച്ചിരുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സാധൂകരിക്കുന്ന തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ പോലീസിന് ലഭിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രമായിരുന്നു അവർക്ക് ഉറപ്പാക്കാനുണ്ടായിരുന്നത്. അതായത് ഈ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അത് എപ്പോഴെങ്കിലും വിഡ്രോ ചെയ്ത് കൃഷ്ണകുമാറിന്റെയോ ദിയയുടെയോ അക്കൗണ്ടുകളിലേക്കോ കൈമാറിയിട്ടുണ്ടോ, അങ്ങനെ പണം പിൻവലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിലായിരുന്നു പ്രധാനമായ പരിശോധന. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയവർ, അതായത് ദിയയും കൃഷ്ണകുമാറിനെയും ഉൾപ്പെടെ സംശയം നിർത്തിക്കൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഈ 3 വനിതാ ജീവനക്കാരുടെ നില കൂടുതൽ പരുങ്ങലിലാകുകയാണ്. അവർക്കെതിരെ നിയമപരമായ തുടർ നീക്കങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും